മരണമടഞ്ഞ 8 വയസ്സുകാരി ആരാധ്യ അരുണിന്റെ സംസ്കാരം നടത്തി. പെരിയപുറം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കൂത്താട്ടുകുളം സെന്റ് ജൂഡ് പള്ളി വികാരി ഫാദർ സിറിയക് തടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ പെരിയപുറം പള്ളി വികാരി ഫാദർ ജോസഫ് പുതുമന, കൂത്താട്ടുകുളം സെന്റ് ജൂഡ് പള്ളി സഹവികാരി ഫാദർ ജോസഫ് അട്ടങ്ങാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ആരാധ്യയെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി നിരവധി ആളുകളാണ് ആരാധ്യയുടെ വീട്ടിലും പള്ളിയിലുമായി എത്തിയത്. കൂത്താട്ടുകുളം മൂവാറ്റുപുഴ MC റോഡിൽ അമ്പലംകുന്ന് പെട്രോൾ പമ്പിന് മുൻവശത്ത് വെച്ച് ഇന്നലെ വൈകുന്നേരമാണ് ആരാധ്യയുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിനെ അടൂർ ഡിപ്പോയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് അപകടം നടന്നത്. ബസിന്റെ മധ്യഭാഗം തട്ടി സ്കൂട്ടർ മറിയുകയായിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ആരാധ്യയുടെ മാതാവ് അശ്വതി, ആരാധ്യയുടെ ഇളയ സഹോദരി ആത്മിക എന്നിവർ റോഡിന്റെ അരികിലേക്ക് വീഴുകയും ആരാധ്യ ബസിനടിയിലേക്ക് തെറിച്ചു പോവുകയുമായിരുന്നു. അപകടമറിഞ്ഞ് കണ്ടക്ടർ ബെല്ലടിച്ച് ബസ് നിർത്തിച്ചു. എന്നാൽ ബസിനടിയിൽ കുട്ടിയുണ്ടെന്നറിയാതെ ഡ്രൈവർ വീണ്ടും വാഹനം മുന്നോട്ടെടുത്തതായി നാട്ടുകാർ പറഞ്ഞു. ഇതോടെ ബസിന്റെ ചക്രങ്ങൾക്കടിയിൽപ്പെട്ട ആരാധ്യ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു. ആരാധ്യയുടെ മാതാവ് അശ്വതിയെയും ആരാധ്യയുടെ ഇളയ സഹോദരി ആത്മികയെയും നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മകളുടെ മരണവിവരം അറിഞ്ഞ് സിംഗപ്പൂരിൽ ജോലി ചെയ്യുകയായിരുന്ന അരുൺ രാവിലെ 10 മണിയോടെ നാട്ടിലെത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉപ്പുകണ്ടത്തെ അശ്വതിയുടെ വീട്ടിലും പെരിയപുറത്തെ അരുണിന്റെ വീട്ടിലും ആരാധ്യ പഠിച്ചിരുന്ന പാമ്പാക്കുട അഡ്വഞ്ചർ പബ്ലിക് സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അശ്രദ്ധമായി വാഹനം ഓടിച്ച ബസ് ഡ്രൈവർക്കുമേൽ പോലീസ് നിയമ നടപടി സ്വീകരിച്ചു. ഇതോടെ ആരാധ്യ എന്ന 8 വയസ്സുകാരുടെ അപകട മരണം റോഡ് അപകടങ്ങളിൽ ഒന്നായി അവസാനിച്ചു. ഇനിയും നിരവധി ആരാധ്യമാരുടെ ജീവനുകൾ നമ്മുടെ നിരത്തുകളിൽ പൊലിയും. പല കുടുംബങ്ങളെയും തീരാ കണ്ണുനീരിലാഴ്ത്തും. നിയന്ത്രണങ്ങളില്ലാത്ത വാഹനങ്ങൾക്ക് മുമ്പിൽ ചാവേറുകളാകാൻ മാത്രമാണ് സാധാരണക്കാരന്റെ വിധി. ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ പൊലിഞ്ഞുപോയ പൊന്നോമനയ്ക്ക് കൂത്താട്ടുകുളം ന്യൂസിന്റെ ആദരാഞ്ജലികൾ. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം